ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ദീപാവലി ആയിട്ട് സ്പെഷ്യൽ ഓഫർ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ റിസീവ് ആയവർ ഇതിന്റെ പ്യുവർ ഫ്രണ്ടിൽ വെച്ച ഫാബ്രിക് 3550 ആയിരുന്നു. അപ്പൊ നമ്മൾ ഇത് എല്ലാം കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദീപാവലിയുടെ ഓഫർ ആണ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് 1250 ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസത്തേക്ക് മാത്രം. പ്യുവർ ഡയബിൾ ജോർജറ്റിലേക്കുള്ള ഫാബ്രിക് കാണിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച്. അപ്പം സ്റ്റാർട്ടിംഗ് റേറ്റ് സ്ലിറ്റ് വരുന്നതായിട്ട് 1250 ആണ്. പിന്നെ എയർലൈൻസ് ഉള്ള പാറ്റേൺസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അത് ഒരു അപ് ടു 2250 റേഞ്ച്, കാരണം 3000 എബവ് റേഞ്ച് ഉള്ളതാണ്. ഇപ്പൊ ഞാൻ ഈ വേറെ ചെയ്തിട്ട് അടക്കം കുറച്ച് പീസ് ഇപ്പം നമുക്ക് ഒരു ദീപാവലിയായിട്ട് ഒരു കൊടുക്കാന്ന് വെച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ ഇട്ടേക്കുന്നത്. കാരണം 3000 റേഞ്ചിലാണ്. നിങ്ങൾക്ക് അറിയാം, ഞാനിപ്പോ വേറെ ഇതൊക്കെ നല്ല അടിപൊളി ഹെവി ഹാൻഡ് വർക്ക് ഉള്ളതാണ്. പിന്നെ അപ്പൊ ആ ഒരു റേഞ്ച് നമുക്കൊരു 2350 ആ റേഞ്ച് വരെയാണ്, അതായത് 1250 തുടങ്ങിയിട്ട്. അപ്പൊ ഇന്നത്തേക്ക് മാത്രമാണ് സ്പെഷ്യൽ ഓഫർ. ഇപ്പൊ നേരത്തെ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ ചിലപ്പം ലേറ്റ് ആയിട്ട് കിട്ടുമ്പോൾ നെക്സ്റ്റ് ഡേ കിട്ടുമ്പോൾ ആ ദിവസം ഓഫർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്നിട്ടേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാനിപ്പോ ഈ ഒരു ഇത് പ്യുവർ ആയിട്ടുള്ള ഡയബിൾ ഫാബ്രിക്കിലോട്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ലേറ്റസ്റ്റ് ഇട്ട വീഡിയോ ആണ്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതാണ് ഇപ്പൊ 1250ലേക്ക് ഇട്ടേക്കുന്നത്. ഇതുപോലെ ഒരു ഡോറി എല്ലാം വെച്ച് ഈ ഒരു ഫാബ്രിക് ഇതുണ്ട്. ഇത് ക്ലോസ് ആയിട്ട് ഒരെണ്ണത്തിന്റെ കാണിച്ചു തരാം. ഇതുപോലെയാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ ഈ ഒരു ഫാബ്രിക് ഒരു 2.5-3 മീറ്റർ എടുത്ത് സ്റ്റിച്ച് ചെയ്ത്, നമുക്കറിയാം അത്രയും ആക്കി വരുമ്പോഴും ഈ ഒരു 1250 ആണോ ഓഫർ എന്ന് ചോദിക്കുന്നവർ വരെ ഉണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്, ഒരു മെറ്റീരിയൽ എടുത്ത് വെറുതെ റെഡിമെയ്ഡ് ഒന്നും അല്ലല്ലോ, അത് എടുത്തിട്ട് നമ്മളിത് ചെയ്ത് ഇത്രയും ഫിനിഷിങ്ങിൽ കൊടുക്കുമ്പോൾ അതിനൊക്കെ മേലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇഷ്ടമുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യാം. അപ്പം ഇതൊരു കളറ്, അതിന്റെ തന്നെ ഈ ഒരു ഇത് കണ്ടോ, ഈ സെയിം തന്നെ ബ്ലാക്ക് ആണ്. ഇതുപോലെ ഈ ഒരു ബ്ലാക്ക് ഇതുപോലെ ഡോറി എല്ലാം വെച്ചിട്ട് കണ്ടോ, ഇതുപോലെ ഡോറി എല്ലാം വെച്ച് ചെറിയൊരു ലൂപ്പും ബട്ടണും ഇതുപോലെ വെച്ചിട്ട് ഇതാ ലൂപ്പ് കാണാനായിട്ട് ഇതുപോലെ ഉണ്ട്. അപ്പം ഇതിന്റെ ഈ ഒരു ബ്ലാക്ക് ഇതേപോലെ ഇത് അന്ന് ഇട്ടപ്പം ഇതാണ് ഈ ഒരു നേരത്തെ കാണിച്ചതിന്റെ 3 കളേഴ്സ് ഇതേപോലെയാണ്. നല്ല അടിപൊളിയാണ്. നമ്മളിത് വെയർ ചെയ്യുമ്പം നല്ല രസമാണ് കേട്ടോ ഈ ഒരു ഫാബ്രിക് വന്നിട്ട്. അപ്പൊ ഫസ്റ്റ് കളർ ഇത്, സെക്കൻഡ് കളർ ഇത്, തേർഡ് കളർ ഇത്, 3 കളേഴ്സ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസത്തേക്ക് മാത്രമായിരിക്കും ഇത് കിട്ടുന്നത്, അല്ലെങ്കിൽ നോർമലി 1550ലേക്ക് പോകും. ഓക്കെ, ഈ സാധനം ക്രേപ്പ് സിൽക്ക് ആണ്. ഇതിനകത്തോട്ട് നമ്മൾ ഇത്രയും ഹെവി വർക്ക് ചെയ്തേക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ മെറ്റീരിയൽ വരുന്ന അത് നമ്മൾ ഇതിനകത്തോട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഇതുപോലെ ബ്ലാക്ക് നല്ല അടിപൊളിയാണ്, എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന ഒരു കളറാണ്. ഇതേപോലെ ബ്ലാക്ക് വിത്ത് ഈ ഒരു പാറ്റേൺ. യോക്കില് കട്ടിങ് ഒരു ഓവൽ ഷേപ്പ് ലാവൻഡർ കളറിലോട്ട് ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു ലുക്ക് ആയിരിക്കും. ഇതേപോലെ ഫുള്ളി ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന ആ ബീഡ്സ് കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് അറിയാം. ഇത് കണ്ടോ, ആ ബീഡ്സ് കണ്ടോ, ഹാൻഡ് വർക്കിന്റെ ഇതുപോലെ നല്ല രസമായിട്ട് ഡയമണ്ട്സിന്റെ ആ ഒരു ഇതുപോലെ ഉണ്ട്. കാരണം ഇത് ഹാൻഡ് വർക്ക് ആണ്. ഇതാണോ ഓഫർ എന്ന് ചോദിക്കരുത്, കാരണം ഇത് ഒരു സ്ഥലത്തു നിന്നും പുറത്തുനിന്ന് കിട്ടുന്നതല്ല. ഒരു ഹോൾസെയിൽ റേറ്റിൽ എവിടെയെങ്കിലും ആക്കിയിട്ട് നമുക്ക് കൊണ്ടു തരുന്നതല്ല ആരും. ഇവിടെ ഇരുന്നിട്ട് ഇത്രയും ടൈം എടുത്ത് ഒരുപാട് അത്രയും ഇതിൽ ചെയ്യുന്നതാണ്. അതുണ്ടോ, ഇത് ഈ ഒരു പാറ്റേൺ നല്ല യോക്കിൽ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഈ ഒരു പാറ്റേൺ ഈ നെക്കിലോട്ടും കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഹാൻഡ് വർക്ക് ഈ നെക്കിലോട്ട് കണ്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു അരമണിക്കൂറിലോ അല്ലെങ്കിൽ 1 മണിക്കൂറിലോ ചെയ്യുന്ന വർക്കായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കുന്ന വർക്കാണിത്. ഇത് സിമ്പിൾ വർക്കാണ്, പക്ഷെ ഹാൻഡ് വർക്കാണ്. നല്ല അടിപൊളി എമറാൾഡ് ഗ്രീനിലോട്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഒരു വി നെക്കില് ഇതാ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഹാൻഡ് വർക്കാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഹാൻഡ് വർക്ക്. അപ്പൊ എമറാൾഡ് ഗ്രീനിലോട്ട് നല്ല അടിപൊളിയായിട്ട് ഹാൻഡ് ചെയ്തേക്കുന്ന പീസും ഉണ്ട്. ഇത് കുറച്ചും കൂടെ യോക്ക് ലെവൽ ഇറങ്ങിയിട്ടാ ഉള്ളത്. ഇതിന്റെ കയറിയിട്ടുള്ള പാറ്റേണും ഉണ്ട്, ഇറങ്ങിയിട്ടുള്ള പാറ്റേണും ഉണ്ട്. അപ്പൊ ഇത് അടിപൊളിയായിട്ട് കോട്ടൺ ലൈനിങ് വേണം എന്നുള്ളത് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതത്ര ഫിനിഷിംഗിൽ നമ്മൾ ചെയ്തെടുത്തേക്കുന്ന പീസാണ്. ഇതിന്റെ വർക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, യോക്കിലോട്ട് ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ട് പ്യുവർ ഓർഗൻസ ഫാബ്രിക് ആണ് കേട്ടോ. അപ്പൊ അതിനകത്തൊക്കെ റേറ്റ് ഡിഫറൻസ് നമുക്ക് വരും. കണ്ടോ, പഫ് വെച്ചിട്ട് ഞാൻ വേറെ ചെയ്തേക്കണേന്ന് വ്യത്യാസമായിട്ട് പഫ് സ്ലീവ് ആണ്. കുറച്ച് പഫ് സ്ലീവ് ഇത് ഞാൻ വേറെ ചെയ്തേക്കണ നോർമൽ സ്ലീവ് ആണ്. ഇത് വന്നിട്ട് പഫ് സ്ലീവ് സെയിം തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത് ഓക്കെ. പിന്നെ ഇത് വന്നിട്ട് ഇതാ ഈ ഫാബ്രിക് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഭയങ്കര ഭംഗിയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. 40 ഒരു പലാസോ ബോട്ടോ ഒക്കെ വെയർ ചെയ്തിട്ട് ലെങ്ത്തിന്റെ 46 ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഫുൾ വർക്കാണ്. ഇത് പ്യുവർ ഫാബ്രിക് ആണ്, അതുകൊണ്ട് തന്നെ ഡ്രൈ വാഷ് ചെയ്യണം. ഇത് കണ്ടോ, ഇതിന്റെ ഫാബ്രിക് നിങ്ങൾ നോക്കി, ഇതുപോലെ സീക്വൻസും ത്രെഡും ആയിട്ട് ഭയങ്കര ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഒരു ബോട്ടനൊക്കെ വിത്ത് സിമ്പിൾ ഈ ഒരു വർക്ക്. ബാക്ക് സൈഡും ഈ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ്. നമ്മൾ ഇതിന്റെ സെയിം ടോൺ ഒരു ബോട്ടം ഷോളൊക്കെ പെയർ ചെയ്ത് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നല്ല അടിപൊളി യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഓക്കെ. ഇവിടെ ഉള്ള പീസുകളിൽ മിക്കതും എടുത്ത് കാണിച്ചു തരാം.
ഇതുപോലെ ഇത് എന്താ പറയുക ഡബിൾ ഷെയ്ഡ് വരുന്ന താഴോട്ട് ഇതുപോലെ നല്ല ഒരു ബോർഡറൊക്കെ ഒരു എന്താ പറയാ ഇതുപോലെ ഒരു ബോർഡർ വന്നിട്ട് കണ്ടോ ഈ ബ്ലൂ ആണ് മേലോട്ട് ഇതും പ്യുവർ ഫാബ്രിക് ആണ് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് വി കോളർ വെച്ചിട്ട് സ്ലീവിന്റെ എൻഡിലോട്ട് ഇതുണ്ടോ ഇതും നമ്മള് പ്യുവർ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ യോക്കിൽ വെച്ചേക്കുന്നത് എന്നിട്ട് നല്ല ഓണിയൻ ഷെയ്ഡിലോട്ട് ഇതിന്റെ യോക്ക് ഉണ്ടോ പ്യുവർ ഒരു ബാത്തിക് പ്രിന്റ് ഒക്കെ വരുന്ന ഹാൻഡ് വർക്കും വരുന്നുണ്ട് ചെറിയ സീക്വൻസ് വർക്ക് ഒക്കെ വരുന്നുണ്ട് മൊഡാൽ സിൽക്കിന്റെ ഒരു യോക്ക വെച്ചേക്കുന്നത് പ്യുവർ മൊഡാലിന്റെ ഒരു യോക്ക് വെച്ചിട്ട് മൊഡാൽ അജ്രക്കില്ലേ അതിന്റെ ഒരു യോക്ക് വെച്ചിട്ട് സിമ്പിൾ നല്ല രസമല്ലേ ഇതൊക്കെ നമുക്ക് അത്രയും ഫിനിഷിംഗിൽ നമ്മൾ കിട്ടുന്നതല്ലേ ഇതുപോലെ അത്ര പെർഫെക്ഷനിൽ ചെയ്തിട്ട് ഇത് 3550 റേഞ്ച് ആയിരുന്നു അപ്പം ഇന്നത്തേക്ക് മാത്രം ഞാൻ സ്പെഷ്യൽ ഓഫർ ഇട്ടേക്കുന്ന 2450 1000 റുപ്പീസ് ലെസ് ആക്കിയിട്ട് നമുക്ക് അതിന് മേലെ ചെയ്യാൻ പറ്റില്ല ഇത് മൊത്തം ത്രെഡ് വർക്കാണ് പ്യുവർ മല്ലോട്ട് ഇതാ ഫുള്ളി റെഡ് കളർ വെച്ചിട്ട് വർക്ക് ചെയ്തേക്കുന്ന കണ്ടോ അതുപോലെ ഇതും പ്യുവർ മല്ലോട്ട് ഇതേപോലെ നല്ല സ്ലീവ് ഇതേപോലെയൊക്കെ വെച്ചിട്ട് കണ്ടോ അപ്പൊ എല്ലാം മൽച്ചന്തേരിയാണ് ട്രെൻഡ് ഇതിന്റെ ഒറ്റ പീസേ ഉള്ളൂ നമുക്ക് പ്ലസ് സൈസ് ഉണ്ട് ഇതേപോലെ താഴോട്ടും ഈ ഒരു ബോർഡർ മല്ലിന്റെ ഈ ഒരു ഡിസൈൻ വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് അപ്പം ഈ ഒരു ലുക്ക് ആയിരിക്കും ഇതേപോലെ ഓക്കെ സിൽക്ക് ഫാബ്രിക് ആണ് ഒരു ഹൈലോ ഫാഷനിൽ കിടക്കും നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യുന്നുള്ളവർക്ക് ഷർട്ട് കോളറൊക്കെ ആയിട്ട് ഇതേപോലെ കണ്ടോ ഇതുപോലെ നല്ല ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കണ്ടോ 2 സൈഡ് സ്ലിറ്റ് ഒക്കെ വെച്ചിട്ട് എൻഡിലോട്ട് സൈഡ് സ്ലിറ്റും ഉണ്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇത് അതിന്റെ പ്രിന്റ് വരുന്ന ഈ ഒരു ഫാബ്രിക് പിന്നെ വന്നിട്ട് ഇത് ഡബിൾ ഷെയ്ഡ് വന്നിട്ട് ഗോൾഡൻ ഷെയ്ഡ് ആണ് ഇതിനകത്തോട്ട് വി നെക്കിലോട്ട് ഇതേപോലെ പ്യുവർ ആയിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് ഒരു വി നെക്കിലോട്ട് ഇതിന്റെയും പ്ലസ് സൈസ് ഉണ്ടാവില്ല നമുക്ക് ഇതൊരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നതാണ് ഒരു ഫ്ലെയിം യെല്ലോ ഒക്കെ ഇല്ലേ ആ ഷെയ്ഡ് ഡബിൾ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു പാറ്റേൺ ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ നെക്കിലുള്ളത് ഇതുപോലെ ഓക്കെ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി എങ്ങനെ നമ്മളൊരു 4-5 ഡേയ്സ് എടുക്കും ഇത് ഡെസ്പാച്ച് ആവാനായിട്ട് അതായത് ഇന്നിപ്പം തേഴ്സ്ഡേ ആണ് ഒരു ട്യൂസ്ഡേ ഒക്കെ നമുക്ക് ഡെസ്പാച്ച് ചെയ്യാം ട്യൂസ്ഡേ ഓർ വെനസ്ഡേ കാരണം ചിലത് നമുക്ക് ചെയ്യാനുണ്ട് വേണമെങ്കിൽ പുതിയത് ചെയ്യാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ